പോളിടെക്നിക് ഡിപ്ലോമ PYQ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒരുപാട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതെല്ലാം ഒരു 3rd സെമസ്റ്റർ അല്ലെങ്കിൽ ഒരു 4th സെമസ്റ്റർ വിദ്യാർത്ഥികളെ എയിം ചെയ്തിട്ട് ബയാസിംഗ് ഒക്കെ വെച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസാണ്. ഒരു 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യം 3 മാർക്കിലും അതേപോലെ തന്നെ 7 മാർക്കിലും ചോദിക്കുന്നുണ്ട്. രണ്ടിലും 2 തരത്തിലാണ് ചോദിക്കുന്നത്, പക്ഷേ രണ്ടിനും ഒരേ ആൻസറാണ് വരും. ബ്രാഞ്ച് സ്പെസിഫിക് തിയറിയിൽ 2ാമത്തെ മൊഡ്യൂളിലും FE എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 4ാമത്തെ മൊഡ്യൂളിലുമാണ് ഈ ചോദ്യം കിട്ടുക. നമുക്കത് മനസ്സിലാക്കാൻ മൊഡ്യൂൾ മനസ്സിലാക്കാൻ സൈഡിൽ M2 M4 അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2nd യൂണിറ്റിൽ തന്നെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ കോമൺ എമിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? എമിറ്റർ ആയിരിക്കും ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനും കോമൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എമിറ്റർ ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനും കോമൺ ആയി വരുന്ന രീതിയിൽ വരച്ചു. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മളൊരു എമിറ്റർ റെസിസ്റ്റർ വെക്കുക, എന്നിട്ട് ഗ്രൗണ്ട് ചെയ്യുക. ഇനി ഇത് കളക്ടറാണ്, കളക്ടറിലേക്ക് ഒരു കളക്ടർ റെസിസ്റ്റർ കൊടുക്കുക. കോൺഫിഗറേഷൻസ് വരയ്ക്കുമ്പോൾ റെസിസ്റ്റർ വരയ്ക്കണം നിർബന്ധമില്ല. ബയാസിങ്ങിൻ്റെ വോൾട്ടേജ് ആയിട്ടുള്ള VCC കൊടുക്കുക. പിന്നെ V ഔട്ട് എടുക്കുന്ന സ്ഥലം ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇൻപുട്ട് കറണ്ടുകളും ഔട്ട്പുട്ട് കറണ്ടും അതേപോലെ തന്നെ റെസിസ്റ്റേഴ്സിനൊക്കെയാണ് പേര് കൊടുക്കേണ്ടത്. ഈ റെസിസ്റ്ററിനൊക്കെ പേര് കൊടുക്കാനുള്ള എളുപ്പവഴി എന്താ? ഇവിടെ 6 റെസിസ്റ്ററിൻ്റെ സിമ്പൽ ഇത് ഏത് ടെർമിനലാണ് കൊടുക്കണ? എമിറ്റർ. അപ്പോൾ ഈ റെസിസ്റ്റർ RE. ഇത് ഏത് ടെർമിനലാണ്? കളക്ടർ. അപ്പോൾ അവിടെയുള്ള റെസിസ്റ്റർ RC. ഇവിടെയാണ് V ഔട്ട് വരുന്നത്. ഇനി എമിറ്ററും ബേസും കളക്ടറും മാർക്ക് ചെയ്യുക. ബേസിലുള്ള കറണ്ട് IB, എമിറ്ററിലുള്ള കറണ്ട് IE, ഇവിടെയുള്ള കറണ്ട് IC എന്ന് വരും. ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഇൻവേർട്ടഡ് ആൻഡ് ആംപ്ലിഫൈഡ് ആയിരിക്കും. നമ്മളൊരു ഇൻപുട്ട് സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എപ്പോഴും ഇൻവേർട്ടഡ് ആൻഡ് ആംപ്ലിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ 2 പോയിൻറ്റ്സ് ആണ് അതിൻ്റെ ആൻസറിൽ വേണ്ടത്. ഫസ്റ്റ് തിങ്, അതെങ്ങനെ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സെക്കൻഡ് തിങ്, എന്തുകൊണ്ടാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നത്. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസർ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ബീറ്റ് ആണ്. ബീറ്റിൻ്റെ വാല്യൂ ഏകദേശം 100 ആണ് വരുന്നത്. നമുക്കറിയാം ഔട്ട്പുട്ട് കറണ്ട് IC എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് IB ആണ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് IBൻ്റെ വാല്യൂ 1 ആംപിയർ ആയിട്ട് എടുക്കാം. ശരിക്കും അത് മില്ലി ആംപിയേഴ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ കാൽക്കുലേഷൻ മനസ്സിലാവാനുള്ള എളുപ്പത്തിനാണ് ഞാൻ 1 ആംപിയർ എടുക്കുന്നത്. അപ്പോൾ IC എന്തായി മാറും? 1 × 100 = 100 ആംപിയർ. അപ്പം നമ്മൾ എന്ത് ഇൻപുട്ട് കറണ്ട് കൊടുത്താലും അത് 100 ടൈംസ് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ ആംപ്ലിഫിക്കേഷൻ ആണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത എന്താണ്? എന്തുകൊണ്ടാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത് എന്നുള്ളത്. ഈ സർക്യൂട്ട് പ്രകാരം ഈ V ഔട്ട് എന്ന് പറയുന്നത് എന്താണ് വരിക? V ഔട്ട് = ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് VCC മൈനസ് എത്ര ആണോ ഇവിടെ ഉള്ള ഡ്രോപ്പ് അതായിരിക്കും IC RC. ഇതിൽ നമ്മൾ ICൻ്റെ വാല്യൂ എന്താണ്? ICൻ്റെ വാല്യൂ വളരെ കൂടുതലാണ് അല്ലേ? IC വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും V ഔട്ടിൻ്റെ വാല്യൂ എന്താവും? കുറവാവും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? IB കൂടുമ്പോൾ ബേസ് കറണ്ട് കൂടുന്ന അനുസരിച്ച്, അതായത് ഇൻപുട്ട് പോസിറ്റീവിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ IC കൂടും, അപ്പോൾ V ഔട്ട് കുറയും. അതുകൊണ്ടാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നമുക്ക് ഷുവറായിട്ടും 7 മാർക്സ് കിട്ടും. ഈ ചോദ്യം തന്നെ 3 മാർക്കിൽ ചോദിക്കുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് 4 റീസൺസ് ആണുള്ളത്. ആദ്യത്തെ റീസൺ എന്താണ്? നമുക്കറിയാം കറണ്ട് ഗെയിനായ ബീറ്റിൻ്റെ വാല്യൂ വളരെ ഹൈ ആണ്. അപ്പോൾ ഹൈ കറണ്ട് ഗെയിൻ. ഇനി സെക്കൻഡ് തിങ് എന്താണ്? ഹൈ വോൾട്ടേജ് ഗെയിൻ ആണ്. ഔട്ട്പുട്ടും വളരെ ഹൈ ആണ്. അപ്പോൾ വോൾട്ടേജ് ഗെയിനും ഹൈ ആയിരിക്കും.
ഇത് രണ്ടും കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? പവർ കൂടും. അപ്പോൾ വെരി ഹൈ പവർ ഗെയിൻ ആണ്. നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഒരു മോഡറേറ്റ് വാല്യൂ ആണ്, ഹൈ അല്ല. ഇമ്പിഡൻസ് മോഡറേറ്റ് ആണ്. ഈ 4 റീസൺസ് കൊണ്ടാണ് ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരൊറ്റ ചോദ്യം 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റി. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ചോദ്യം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിലും ചോദിച്ചിട്ടുണ്ട്, 7 മാർക്കിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരും ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല.